+1 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ചാപ്റ്റർ 2 സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ അതിലെ അറ്റമിക് മോഡൽസ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ, അതായത് ആറ്റത്തിൻ്റെ സബറ്റോമിക് പാർട്ടിക്കിൾസ് ആയ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, അതിൻ്റെ ഡിസ്കവേർഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ജെ തോംസൻ്റെ എക്സ്പെരിമെൻ്റ് പറഞ്ഞു, പിന്നെ ന്യൂട്രോൺ ഡിസ്കവർ ചെയ്തത് ആരാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, പിന്നെ ഇലക്ട്രോണിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സബറ്റോമിക് പാർട്ടിക്കിൾസ് ആറ്റത്തിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ അറ്റമിക് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറ്റമിക് മോഡലിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റുകളുടെ വ്യൂസ്, അവരുടെ ഒബ്സർവേഷൻസ്, അവർ എക്സ്പെരിമെൻ്റ് നടത്തിയിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്ന കൺക്ലൂഷൻസ്, അതിൻ്റെ ബേസിസിൽ അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആറ്റത്തിൻ്റെ മോഡൽ. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 2 സയൻറ്റിസ്റ്റുകളുടെ ആറ്റത്തിൻ്റെ മോഡലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് സയൻറ്റിസ്റ്റാണ് ജെ തോംസൺ. ജെ തോംസൻ്റെ മോഡൽ ഓഫ് ആറ്റം, തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നിരുന്നാലും ഏർലിയർ ഇയേഴ്സിലൊക്കെ ആക്ച്വലി ആറ്റത്തിൻ്റെ മോഡൽ കൊണ്ടുവന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏർലിയർ അറ്റംപ്റ്റ് എന്നുള്ള നിലയിൽ നമ്മളിത് മനസ്സിലാക്കി വെക്കാം, അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ജെ തോംസൺ 1898 ഈ മോഡൽ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഇയാൾ കൺസിഡർ ചെയ്തത് ആറ്റം പൊസസ് എ സ്ഫെറിക്കൽ ഷേപ്പ്. ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ഉണ്ട്. ഈ പിക്ചറിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ്. ഇനി ഇതിൻ്റെ റേഡിയസ് അപ്രോക്സിമേറ്റ്ലി കൊടുത്തിരിക്കുന്നത് 10⁻⁻10 മീറ്റർ ആണ്. in which the positive charge is uniformly distributed. അപ്പോൾ ഒരു സ്ഫിയർ ഉണ്ട്, ആറ്റത്തിന് സ്ഫെറിക്കൽ ഷേപ്പാണ്, പിന്നെ അതിൽ പോസിറ്റീവ് ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പിക്ചറിൽ പോസിറ്റീവ് ചാർജ് കാണിച്ചിട്ടില്ല. പോസിറ്റീവ് ചാർജ് ഇതിൽ ബോൾ ഓഫ് പോസിറ്റീവ് ചാർജ്, ഇതിൻ്റെ ബോഡിയിൽ കംപ്ലീറ്റ് ഇവിടെ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ എംബെഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ മോഡലിൽ നമ്മൾ വേറെ 1-2 പേരുകൾ വിളിക്കാറുണ്ട്. ഒന്നെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ റേസിൻ പുഡിംഗ്, അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുന്നതാണ് ഇത്. വാട്ടർ മെലനായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ മെലൻ്റെ ഈ റെഡ് കളർ പോർഷൻ എന്ന് പറയുന്നതാണ് പോസിറ്റീവ് ചാർജ്. ഓക്കെ, അതായത് പ്രോട്ടോൺസ്. പിന്നെ അതിൻ്റെ സീഡ്സ്, വാട്ടർ മെലൻ്റെ സീഡ്സ് ആണ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, ആ നെഗറ്റീവ് ചാർജാണ് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്, നെഗറ്റീവ് ഇലക്ട്രോൺസ്. അത് ഇതിൽ എംബെഡ് ചെയ്തിരിക്കുകയാണ്, അതായത് ഇതിൽ ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വാട്ടർ മെലൻ്റെ കംപ്ലീറ്റ് ബോഡിയിൽ പോസിറ്റീവ് ചാർജാണ്. അതിൻ്റെ സീഡ്സ്, വാട്ടർ മെലൻ്റെ സീഡ്സ് എന്ന് പറയുന്നതാണ് ഇലക്ട്രോണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ആറ്റത്തിൻ്റെ സ്ഫെറിക്കൽ ഷേപ്പാണ്, പോസിറ്റീവ് ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തോംസൻ്റെ മോഡലിൽ മനസ്സിലാക്കി വെക്കുന്നത്. ഈ മോഡലിൽ പറഞ്ഞ വേറെ പേരാണ് റേസിൻ പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ പ്ലം പുഡിംഗ്, അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ആറ്റം ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി ആറ്റം. ഈ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ആറ്റത്തിൻ്റെ മോഡൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതിലിങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇയാളുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഈ മോഡലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ മാസ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ആറ്റത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ദിസ് മോഡൽ വാസ് ഏബിൾ ടു എക്സ്പ്ലെയിൻ ദി ഓവറോൾ ന്യൂട്രാലിറ്റി ഓഫ് ദ ആറ്റം. ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആറ്റത്തിൻ്റെ ന്യൂട്രാലിറ്റി, അതായത് ചാർജ്, പോസിറ്റീവ് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഈക്വലായിട്ട് വന്നിട്ട് ആറ്റം ആസ് എ ഹോൾ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്നാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ മോഡലിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഈ ആറ്റം മോഡൽ കൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. ഇതാണ് ജെ തോംസൻ്റെ അറ്റമിക് മോഡൽ. രണ്ടാമതായിട്ട് നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നോക്കാം. അത് വേറെ ആരുമല്ല, റൂദർഫോർഡാണ്. റൂദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നൊരു സയൻറ്റിസ്റ്റാണ് റൂദർഫോർഡ്. അപ്പോൾ അദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തിയിട്ടാണ് ഈ ആറ്റത്തിൻ്റെ മോഡലിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം.
എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ഈ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് അദ്ദേഹം കുറച്ച് ഒബ്സർവേഷൻസ് ചെയ്തു. ആ ഒബ്സർവേഷൻ്റെ ബേസിസിൽ അദ്ദേഹം കുറേ കൺക്ലൂഷൻ കൊണ്ടുവന്നു. എന്നിട്ടാണ് ആറ്റത്തിൻ്റെ മോഡൽ പുള്ളി പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് ആൽഫ പാർട്ടിക്കിളാണ് പുള്ളി എടുത്തത്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് റേസ് ആണ്. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾ. ഈ ആൽഫ പാർട്ടിക്കിളിൻ്റെ ഒരു സോഴ്സ് എടുത്തിട്ട് ആൽഫ പാർട്ടിക്കിൾ ബൊമ്പാർഡ് ചെയ്യിപ്പിച്ചു. സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ, അതായത് ഈ സോഴ്സിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ ബൊമ്പാർഡ് ചെയ്യിച്ചു. എവിടേക്ക് ബൊമ്പാർഡ് ചെയ്യിച്ചു? ഒരു ഗോൾഡ് ഫോയിലോട് വെച്ചിട്ടുണ്ട്. ഈ ഗോൾഡ് യെല്ലോ കളറിൽ കാണുന്നത് ഈ ഗോൾഡ് ഫോയിലിലേക്ക് പാസ് ചെയ്യിപ്പിച്ചു. ബൊമ്പാർഡ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഹൈ സ്പീഡിൽ അങ്ങോട്ട് ഇജക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഗോൾഡ് ഫോയിൽ ഓൾറെഡി നമുക്കറിയാം ഗോൾഡ് എന്നുള്ളതൊരു മാലിയബിൾ മെറ്റലാണ്, അതുപോലെ ഡക്റ്റൈലുമാണ്. അതായത് നമുക്ക് വളരെ തിന്നായിട്ട് കിട്ടും. അതായത് ഇപ്പോൾ എടുത്തിരിക്കുന്ന തിക്നെസ് എന്ന് പറയുന്നത് 100 നാനോമീറ്റർ ആണ്. അത് ഭയങ്കര ചെറിയൊരു യൂണിറ്റാണ് നാനോമീറ്റർ. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 1000 ആറ്റം തിക്നെസ് ഉള്ള ഒരു ഫോയിലാണ് ഇയാൾ എടുത്തിരിക്കുന്നത്. അത്രയും തിന്നായിട്ടുള്ള ഒരു ഫോയിൽ പുള്ളി സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇനി അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ആൽഫ പാർട്ടിക്കിൾ എടുത്തിട്ട് ആൽഫ പാർട്ടിക്കിൾ ബൊമ്പാർഡ് ചെയ്യിപ്പിച്ചു ഒരു ഗോൾഡ് ഫോയിലിലേക്ക്. യെല്ലോ കളറിൽ കാണുന്നതാണ് ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ബൊമ്പാർഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് സ്ട്രൈക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. ഈ സർക്കുലർ ഷേപ്പിൽ കാണുന്നതാണ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. അതിൻ്റെ ഉള്ളിൽ ആക്ച്വലി അത് നമ്മൾ കഴിഞ്ഞ എക്സ്പെരിമെൻ്റ് പറഞ്ഞ പോലെ ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സിങ്ക് സൾഫൈഡ് സ്ക്രീനാണിത്. അതായത് ഈ ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് ഇവിടെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സിങ്ക് സൾഫൈഡ് സംഗതി ഇവിടെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇൻവിസിബിൾ ആണ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. പാർട്ടിക്കിൾസ് ഇവിടെ ഹിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഹിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് സ്പോട്ടായിട്ട് അവിടെ വിസിബിൾ ആവണം. അതിന് വേണ്ടിയിട്ടാണ് സിങ്ക് സൾഫൈഡ് ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൻ്റെ ഉള്ളിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് എക്സ്പെരിമെൻറ്റിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ ഒരു സോഴ്സ് ഉണ്ട്, അത് നമ്മൾ ബൊമ്പാർഡ് ചെയ്യിക്കുന്നു. ഹൈ എനർജി പാർട്ടിക്കിളാണ്, അത് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ ഒരു ലെഡ് പ്ലേറ്റ് വെച്ചിട്ടാണ് ലെഡ് പ്ലേറ്റിൻ്റെ ഉള്ളിലൂടെ ഇത് പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഒരു ഗോൾഡ് ഫോയിലേക്ക് ഹിറ്റ് ചെയ്യും. ഗോൾഡ് ഫോയിലിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾസിന് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷനിൽ അദ്ദേഹം കുറേ കൺക്ലൂഷൻസും പിന്നെ ആറ്റത്തിൻ്റെ മോഡലും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പം ജനറലി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസിന് ഡിഫ്ലക്ഷൻ വന്നില്ല, അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോയി. അതായത് ഈ റെഡ് കളറിലൂടെ കാണിച്ചിരിക്കുന്നതാണ് ആൽഫ പാർട്ടിക്കിൾ. എന്നിട്ട് മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇങ്ങനെ നേരെ പോയി, കേട്ടോ, അൺഡിഫ്ലക്റ്റഡ് ആയിട്ടാണ് പോയിരിക്കുന്നത്. ഇനി വളരെ കുറച്ച് ഫ്രാക്ഷൻസ് മാത്രം ഡിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒബ്സർവേഷൻസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ്, ഇത് ആൽഫ പാർട്ടിക്കിളാണ്, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. ഏറ്റവും കൂടുതൽ, അത് ഓൾമോസ്റ്റ് ഓൾ എന്ന് പറയുന്നത് അൺഡിഫ്ലക്റ്റഡ് ആണ്, യാതൊരു ചേഞ്ചും ഇല്ല, നേരെ അങ്ങോട്ട് പോയി. ഓക്കെ, ഇനി സെക്കൻഡ് ഒബ്സർവേഷൻ എന്താണ്? സെക്കൻഡ് ഒബ്സർവേഷൻ, a small fraction of the alpha particles deflected by small angles. അതായത് കുറച്ച് മാത്രം ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലെക്റ്റ് ചെയ്തു. ആ ഡിഫ്ലെക്റ്റഡ് ആണ് ഈ പിക്ചറിൽ ഇവർ കൊടുത്തിരിക്കുന്നത്, ഡിഫ്ലെക്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഡിഫ്ലെക്റ്റഡ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസ് ആണ്. കുറച്ച് മാത്രം ഡിഫ്ലെക്റ്റ് ചെയ്തു പോയി. ഇനി മൂന്നാമത്തെ ഒബ്സർവേഷൻസ്, വെരി ഫ്യൂ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക്. ഭയങ്കര കുറച്ച് മാത്രം, വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ്. ഓക്കെ, അതായത് 1 in 20,000 ബൗൺസ്ഡ് ബാക്ക്, തിരിച്ചു വന്നു, ബാക്കിലേക്ക് തന്നെ പോന്നു, തിരിച്ച് ബൗൺസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള ഒബ്സർവേഷൻസ്. ഫസ്റ്റ് ഒബ്സർവേഷൻ എന്തായിരുന്നു? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലെക്റ്റഡ്, യാതൊരു ചേഞ്ചും ഇല്ലാതെ നേരെ തന്നെ അങ്ങോട്ട് പോയി. കുറച്ച് മാത്രം. സെക്കൻഡ് ഒബ്സർവേഷൻ, എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ വാസ് ഡിഫ്ലെക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾസ്. കുറച്ച് മാത്രം ഡിഫ്ലെക്റ്റ് ചെയ്തു, അതായത് ഡീവിയേറ്റ് ചെയ്തു, നേരെ പോകുന്നതിന് പകരം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡീവിയേറ്റ് ചെയ്തു. ഇനി ഭയങ്കര ചെറുതായിട്ട് ഒരു 20,000 പാർട്ടിക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പാർട്ടിക്കിൾ മാത്രം തിരിച്ചു പോകുന്നു, ബൗൺസ്ഡ് ബാക്ക്. ഓക്കെ, അത് 180 ഡിഗ്രിയിൽ അത് ഡിഫ്ലെക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് താഴത്തെ പിക്ചറിലേക്ക് ഒന്ന് നോക്കൂ. താഴത്തെ പിക്ചറിൽ എന്താണ് താഴത്തെ പിക്ചറിലൂടെ കൊടുത്തിരിക്കുന്നത്? ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഈ ഗോൾഡ് ഫോയിൻ്റെ ആറ്റംസ്.
ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഗോൾഡ് ഫോയിൽ ആറ്റംസ്. ഓക്കെ, ഇതെല്ലാം ഗോൾഡ് ഫോയിൽ ആറ്റംസ് ആണ്. അതായത് ഗോൾഡിൻ്റെ ഉള്ളിലുള്ള ആറ്റംസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ ബ്ലൂ കളറിൽ. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഇവർ കാണിച്ചിരിക്കുന്നതാണ് ആൽഫ പാർട്ടിക്കിൾസ്. കണ്ടോ? അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് ഈ ആറ്റത്തിൽ ഹിറ്റ് ചെയ്യാത്തതെല്ലാം നേരെ നേരെ പോയി. മെജോറിറ്റി ആയിട്ടുള്ള ഈ ലൈൻസ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നേരെ പോയിരിക്കുന്നത്. അതിന് കാരണം എന്താ? കാരണം ആറ്റംസ് എപ്പോഴും എല്ലാ സ്ഥലത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ഇഷ്ടംപോലെ വേക്കൻറ്റ് സ്പേസസ് ഉണ്ട്. അതുകൊണ്ടാണ് മെജോറിറ്റി ലൈൻസ് നേരെ പോയിരിക്കുന്നത്, അൺഡിഫ്ലെക്റ്റഡ് ആയിട്ട്. ഇനി നോക്കിക്കേ, ഈ ലൈൻ ഇങ്ങനെ വന്നിട്ട് ഇത് ആൽഫ പാർട്ടിക്കിളാണ്. ഈ ആൽഫ പാർട്ടിക്കിൾ ഈ ആറ്റത്തിൽ ഹിറ്റ് ചെയ്ത സമയത്ത് ഇത് ഇങ്ങോട്ടേക്ക് പോയി, അത് ഡിഫ്ലെക്റ്റ് ചെയ്തു. ഉണ്ടോ? അപ്പോൾ കുറച്ച് മാത്രം, അതായത് ഈ ആറ്റത്തിൽ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ഹിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് മാത്രം ഡിഫ്ലെക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി വളരെ റെയർ ആയിട്ട് മാത്രം, അതായത് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ ഹിറ്റ് ചെയ്യുന്നത് മാത്രം ഇത് ബൗൺസ് ബാക്കിംഗ് ആണ്, തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ കുറച്ചും കൂടി ആറ്റത്തിൻ്റെ പിക്ചർ വെച്ചിട്ട് കൊടുത്തിരിക്കുന്ന പിക്ചറാണ്, എക്സ്പ്ലനേഷൻ ആണ് ഈ സെക്കൻഡ് ഡയഗ്രത്തിൽ. ഇനി നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷൻസ് ഒന്ന് നോക്കാം. 3 ഒബ്സർവേഷൻസ് നമ്മൾ പറഞ്ഞു. എന്താണ് കൺക്ലൂഷൻസ്? അപ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷൻ പറഞ്ഞത് മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് അൺഡിഫ്ലെക്റ്റഡ് ആണ്, അവർ ഡിഫ്ലെക്റ്റ് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? ഫസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഇസ് എംപ്റ്റി ആസ് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഫോയിൽ അൺഡിഫ്ലെക്റ്റഡ്. അതായത് ആറ്റത്തിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് ഓൾ സ്പേസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഭാഗം എംപ്റ്റി ആണ്. ഓക്കെ, എംപ്റ്റി ആയത് കൊണ്ടിട്ടാണ് ആൽഫ പാർട്ടിക്കിൾസ് അൺഡിഫ്ലെക്റ്റഡ് ആയത്, അതായത് ഡിഫ്ലെക്റ്റ് ചെയ്യാതെ നേരെ പോയത്. ഓക്കെ, ഇനി രണ്ടാമത്തേത് എ ഫ്യൂ പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസ് വർ ഡിഫ്ലെക്റ്റഡ്. കുറച്ച് മാത്രം ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലെക്റ്റ് ചെയ്തു. അതിനെന്താ കാരണം? ദിസ് ഡിഫ്ലക്ഷൻ മസ്റ്റ് ബി ഡ്യൂ ടു ദി എനോർമസ് റിപ്പൾസീവ് ഫോഴ്സ് ഷോയിങ് ദാറ്റ് ദ പോസിറ്റീവ് ചാർജ് ഓഫ് ദ ആറ്റം ഈസ് നോട്ട് സ്പ്രെഡ് ത്രൂ ഔട്ട് ദി ആറ്റം ആസ് തോംസൺ ഹാഡ് പ്രെസ്യൂംഡ്. തോംസൺ എന്താ പറഞ്ഞത്? തോംസൺ പറഞ്ഞത് ആറ്റത്തിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജ്, നമ്മൾ വാട്ടർമെലൺ മോഡൽ പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്? വാട്ടർമെലൺ മോഡൽ നമ്മൾ പറഞ്ഞത് ഇത് ഒരു സ്ഫിയർ ആണ് ആറ്റം. അപ്പോൾ ഇതിൽ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ എംബെഡ് ചെയ്തിരിക്കുന്നതാണ് തോംസൺ മോഡൽ പറഞ്ഞത്. അപ്പോൾ തോംസൺ മോഡൽ പറഞ്ഞതുപോലെയല്ല ആറ്റത്തിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ്ലി ചാർജ് കുറച്ച് മാത്രം ഡിഫ്ലെക്റ്റ് ചെയ്തു. ഇതിന് കാരണം എനോർമസ് റിപ്പൾസീവ് ഫോഴ്സ് വരുന്നുണ്ട്, ഷോയിങ് ദാറ്റ് ദ പോസിറ്റീവ് ചാർജ് ആറ്റം ഈസ് നോട്ട് സ്പ്രെഡ് ത്രൂ ഔട്ട് ദി ആറ്റം ആസ് തോംസൺ ഹാഡ് പ്രെസ്യൂംഡ്. പോസിറ്റീവ് ചാർജ് ആറ്റത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്നില്ല. ഓക്കെ, അത് കാരണമാണ് കുറച്ച് മാത്രം ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലെക്റ്റ് ചെയ്തത്. ദ പോസിറ്റീവ് ചാർജ് ഹാസ് ടു ബി കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ വോളിയം ദാറ്റ് റിപ്പൾഡ് ആൻഡ് റിഫ്ലെക്റ്റഡ് ദി പോസിറ്റീവ്ലി ചാർജ് ആൽഫ പാർട്ടിക്കിൾസ്. ഓക്കെ, അതായത് ആറ്റത്തിൻ്റെ ഉള്ളിൽ, ഇതിപ്പോൾ ആറ്റാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജ് ചില പ്രത്യേക ഭാഗത്ത് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിളിലെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഹീലിയം ന്യൂക്ലിയസിന് 2 പോസിറ്റീവ് ചാർജാണുള്ളത്. ഓക്കെ, അതുകൊണ്ടിട്ടാണ് ഈ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്, അതിന് 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇത് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പോസിറ്റീവ് ചാർജിൽ തട്ടുന്നതാണ് ആക്ച്വലി ഡിഫ്ലെക്റ്റ് ചെയ്യുന്നതും അതുപോലെ ബൗൺസ് ചെയ്യുന്നതും, ബാക്കിലേക്ക് ബൗൺസ് ചെയ്യുന്നതും. ഇതിനർത്ഥം ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ചില പ്രത്യേക ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ദ പോസിറ്റീവ് ചാർജ് ഹാസ് ടു ബി കോൺസെൻട്രേറ്റഡ് ഇൻ വെരി സ്മോൾ വോളിയം. വളരെ ആറ്റത്തിൻ്റെ മൊത്തം വോളിയത്തിൽ കുറച്ചൊരു ഭാഗത്ത് മാത്രമാണ് ഈ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ വരുമ്പോഴത് കുറച്ച് മാത്രം ഡിഫ്ലെക്റ്റ് ചെയ്യുന്നതും കുറച്ച് മാത്രം ബൗൺസ് ബാക്ക് ചെയ്യുന്നതും. ഓക്കെ, എല്ലാ സ്ഥലത്തും പോസിറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ, ഇപ്പം നമ്മൾ തോംസന്റെ മോഡലിലേക്ക് നോക്കിക്കേ, എല്ലാ ഭാഗത്തും പോസിറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത്, ആൽഫ പാർട്ടിക്കിളോട് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എല്ലാം തന്നെ ഡിഫ്ലെക്റ്റ് ചെയ്ത് മാറണമായിരുന്നു. പക്ഷെ അങ്ങനെ വരുന്നില്ല. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് വരുന്ന അസംഷൻ ഇതാണ്: പോസിറ്റീവ് ചാർജ് ആറ്റത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രം ഓക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. ആ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ആൽഫ പാർട്ടിക്കിൾ ഹിറ്റ് ചെയ്യുമ്പോൾ അത് ഡിഫ്ലെക്റ്റ് ചെയ്യുന്നതും തിരിച്ചു പോകുന്നതും. ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. ഹീലിയം ന്യൂക്ലിയസിനെയാണ് നമ്മൾ ആക്ച്വലി ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് 2 പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ആ കറക്റ്റ് അത് ന്യൂക്ലിയസിൽ ഹിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം അത് ബൗൺസ് ബാക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ ന്യൂക്ലിയസിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും മുട്ടുന്ന സമയത്താണ് അത്
ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്, ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. ഇനി മൂന്നാമത്തെ ഒബ്സർവേഷൻ നോക്കൂ, കൺക്ലൂഷൻ നോക്കൂ. The volume occupied by the nucleus is negligibly small as compared to the total volume of the atom. അതായത് ആറ്റത്തിൻ്റെ വോളിയം, ഇതിപ്പോൾ ആറ്റമാണ്, ഈ ആറ്റത്തിൻ്റെ വോളിയത്തുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. എന്തിൻ്റെ വോളിയം? ന്യൂക്ലിയസിൻ്റെ വോളിയം. ഓക്കെ, അപ്പോൾ ഇത് ആറ്റമായിട്ട് കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഏതിനായിരിക്കും വോളിയം കൂടുതൽ? ഒബ്വിയസ്ലി ആറ്റത്തിനായിരിക്കും വോളിയം കൂടുതൽ. അതായത് ന്യൂക്ലിയസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായിട്ടില്ല, നെഗ്ലിജിബിളി സ്മോൾ ആണെന്ന് പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യാൻ മാത്രം ഒന്നുമില്ല, ഭയങ്കര ചെറുതാണ്. ഓക്കെ, ദ റേഡിയസ് ഓഫ് ദ ആറ്റം എന്ന് പറഞ്ഞാൽ ഏകദേശം 10⁻⁻10 മീറ്റർ ആണെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ഇത് വരുന്നത് 10⁻15 മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട കൺക്ലൂഷൻസ്. എന്തൊക്കെയായിരുന്നു ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള മെജോറിറ്റി പോർഷൻ എന്ന് പറഞ്ഞാൽ എംറ്റി ആണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, ഇലക്ട്രോൺസ് ഇവിടെ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതിനുള്ളിലുള്ള മെജോറിറ്റി പോർഷൻ എന്ന് പറഞ്ഞാൽ എംറ്റി ആണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ പോകുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തത് വളരെ കുറച്ച് മാത്രം ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റ് ചെയ്തു. അതിന് കാരണം എന്താണ്? പോസിറ്റീവ് ചാർജ് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. പോസിറ്റീവ് ചാർജ് എപ്പോഴും, അതായത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്നുള്ള ഭാഗം എപ്പോഴും ഉള്ളിലുള്ളൊരു വളരെ കുറച്ച് പോർഷനിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ന്യൂക്ലിയസിൽ ഹിറ്റ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതും ഡീവിയേറ്റ് ചെയ്യുന്നതും. ഇനി ന്യൂക്ലിയസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഭയങ്കര ചെറുതായിരിക്കും. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ആറ്റത്തിൻ്റെ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ആറ്റത്തിൻ്റെ വോളിയം ഏകദേശം 10⁻⁻10 മീറ്റർ ആണെങ്കിൽ ന്യൂക്ലിയസിൻ്റെ വോളിയം എന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത് 10⁻⁻15 മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒബ്സർവേഷൻസും കൺക്ലൂഷൻസും റൂദർഫോർഡിൻ്റെ. ഇനി ഈ കൺക്ലൂഷൻസിൻ്റെയും അതുപോലെ ഒബ്സർവേഷൻ്റെയൊക്കെ ബേസിൽ അദ്ദേഹം ഒരു ന്യൂക്ലിയസിൻ്റെ മോഡൽ ആറ്റത്തിൻ്റെ മോഡൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. ആ മോഡലിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. റൂദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ മോഡൽ പറയുന്നത്? ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ആറ്റം വാസ് ഡെൻസ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ എക്സ്ട്രീംലി സ്മോൾ റീജിയൻ. അതായത് ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജും അതുപോലെ മാസ് എന്ന് പറയുന്നതും അതായത് വളരെ കുറച്ച് ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വെരി സ്മോൾ പോർഷൻ ഓഫ് ദ ആറ്റം വാസ് കോൾഡ് ന്യൂക്ലിയസ്. അപ്പോൾ നമ്മൾ ഈ ന്യൂക്ലിയസ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ആളാണ് റൂദർഫോർഡ്. അപ്പോൾ ആറ്റത്തിൻ്റെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിലാണ് ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജും ആറ്റത്തിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ മാസും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പോർഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റ് ദ ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺസ് that move around the nucleus with very high speed in circular path called orbits. ഓക്കെ, അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത് പാത്തിൽ? സർക്കുലർ പാത്ത്. ഈ പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് എന്നുള്ള ടേം കൊണ്ടുവന്നു, ഓർബിറ്റ് എന്നുള്ള ടേം കൊണ്ടുവന്നു. എന്താണ് ഓർബിറ്റ് എന്ന് പറയുന്നത്? ഓർബിറ്റ് എന്ന് പറയുന്നത് മൂവിങ് പാത്ത് ഓഫ് ദി ഇലക്ട്രോൺ. ഓക്കെ, അത് സർക്കുലർ പാത്തായിരിക്കും. ആ പാത്തിൽ ഇലക്ട്രോൺസ് ഹൈ സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് സോളാർ സിസ്റ്റത്തിൽ ഇതിനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. സോളാർ സിസ്റ്റത്തിൽ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോൺസ് ആൻഡ് ദ ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോൺസും ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ചേർന്നിരിക്കുന്നത്, ഇത് തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന അട്രാക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇത് മൂന്നുമാണ് റൂദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയുന്നു. പോസിറ്റീവ് ചാർജ് ആറ്റത്തിൻ്റെ മാസും മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ആറ്റം എന്ത് ചെയ്തിരിക്കുന്നു? ഇറ്റ് ഈസ് ഡെൻസ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ ദി സെൻറ്റർ ഓഫ് ദി ആറ്റം. ഓക്കെ, വളരെ കുറച്ചൊരു ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. ദാറ്റ് പോർഷൻ ഈസ് കോൾഡ് ന്യൂക്ലിയസ്. ദെൻ ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ മൂവ് അറൗണ്ട് ദി atom. Move around the nucleus with very high speed in circular path. That path is called orbit. Okay, അത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നത് പോലെയാണ്. ഇനി മൂന്നാമത്തേത് ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ന്യൂട്രോൺസും പ്രോട്ടോൺസും കണ്ടോ ആറ്റത്തിൻ്റെ ഏകദേശം സെൻട്രലായിട്ട്
കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ പോർഷനാണ് ന്യൂക്ലിയസ്. ഇലക്ട്രോൺസ് ഇതിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പാത്ത് ഓഫ് ദി ഇലക്ട്രോണിനെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദി റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ഇനി നമുക്ക് ഈ മോഡലിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്? വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് റൂദർഫോർഡ് മോഡൽ? അപ്പോൾ റൂദർഫോർഡ് പറഞ്ഞത് ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇലക്ട്രോണിൻ്റെ ചാർജ്? ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. ഈ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളിനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, മാക്സ്വെൽ. ഈ മാക്സ്വെൽ എന്നുള്ള സയൻറ്റിസ്റ്റ് പറയുന്നത് ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണല്ലോ, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. പ്രോട്ടോൺ ആണെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു വെലോസിറ്റി ഉണ്ട്. എന്താണ് വെലോസിറ്റി? വെലോസിറ്റി നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഒരു സംഗതി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു വെലോസിറ്റി ഉണ്ട്. പക്ഷേ അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇലക്ട്രോൺ ഇവിടെയാണ് ഇരിക്കട്ടെ, അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് മാറി. ഇനി നെക്സ്റ്റ് ടൈമിൽ അടുത്ത പൊസിഷനിൽ വന്നു. ഓക്കെ, അപ്പോൾ അതിന് വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ചേഞ്ച് ഇൻ വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേഷൻ. ഓക്കെ, അതായത് അപ്പോൾ ഈ മൂവിങ് പാർട്ടിക്കിളിന് ആക്സിലറേഷൻ ഉണ്ട്. ഇത് ആക്സിലറേറ്റഡ് പാർട്ടിക്കിളാണ്. കാരണം അതായത് അതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതായത് ആക്സിലറേറ്റഡ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ ആക്സിലറേറ്റഡായിട്ട് മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ മാക്സ്വെൽ പറയുന്നത് എനർജി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് എനർജി ഇത് റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു തിയറി മാക്സ്വെൽ എന്നുള്ള സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൂദർഫോർഡിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ, ഓക്കെ, സെക്കൻഡ് പിക്ചറിലേക്ക് നോക്കിക്കേ, ഈ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ എനർജി ലോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എനർജി ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം എനർജി റേഡിയേറ്റ് ചെയ്യണം. റേഡിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? റേഡിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നു, പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുന്നു, പുറത്തേക്ക് അത് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനർജി ഇത് ലോസ് ചെയ്ത് എന്ത് ചെയ്യും? ഇതിനെ കറങ്ങി അവസാനം ന്യൂക്ലിയസിൽ വന്ന് വീഴണം. ആര്? ഇലക്ട്രോൺസ്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. ഓക്കെ, അതൊരു മെയിൻ ഡ്രോബാക്കാണ്. അതായത് എങ്ങനെയാണ് ഈ മൂവിങ് ഇലക്ട്രോൺസ് ഓർബിറ്റിൽ തന്നെ നിൽക്കുന്നത് എന്നുള്ളത് കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് റൂദർഫോർഡിന് കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അത് ഞാനിവിടെ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡ്രോബാക്ക് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ദ ആറ്റം ഇദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. റൂദർഫോർഡ് മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. ആറ്റത്തിന് എങ്ങനെയാണ് സ്റ്റെബിലിറ്റി കിട്ടുന്നത്, ആറ്റം എന്തുകൊണ്ടാണ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് സഫീഷ്യൻ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് റൂദർഫോർഡിന് കഴിഞ്ഞില്ല. സെക്കൻഡ് ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഹൗ മൂവിങ് ഇലക്ട്രോൺസ് റിമെയിൻ ഇറ്റ്സ് ഓർബിറ്റ്. ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത്, കാരണം അതിന് ചാർജ് ഉണ്ട്, എന്തുകൊണ്ട് അത് ഓർബിറ്റിൽ തന്നെ നിൽക്കുന്നു? എന്തുകൊണ്ട് എനർജി റേഡിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ചുരുങ്ങി ന്യൂക്ലിയസിലേക്ക് റൂദർഫോർഡ് കോൺസെപ്റ്റ് അനുസരിച്ച് അത് എനർജി റേഡിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ന്യൂക്ലിയസിനുള്ളിൽ വീഴണം. അങ്ങനെയാണെങ്കിൽ ആറ്റം ചുരുങ്ങി വരും, ആറ്റം ഷ്രിങ്ക് ചെയ്ത് വരും. ഇലക്ട്രോൺസ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ മേളത്തെ പിക്ചറിലേക്ക് നോക്കിക്കേ, ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങുന്ന ഇലക്ട്രോൺസ് എനർജി കളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ തിരിച്ച് കറങ്ങി ലാസ്റ്റ് എനർജി ലോസ്റ്റ് ആയിട്ട് ന്യൂക്ലിയസിനുള്ളിൽ വീഴണം. അങ്ങനെ വരുമ്പോൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ചുരുങ്ങി പോകും, ആറ്റം ചുരുങ്ങി വരും, ഷ്രിങ്ക് ചെയ്ത് വരും ആറ്റം. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല, ആറ്റം സ്റ്റേബിളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സഫീഷ്യൻ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് റൂദർഫോർഡിന് കഴിഞ്ഞില്ല. സോ ഹൗ മൂവിങ് ഇലക്ട്രോൺസ് റിമെയിൻ ഇറ്റ്സ് ഓർബിറ്റ്, അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഓർബിറ്റ്. Now, third one, distribution of electrons around the nucleus and energies of these electrons. അത് വളരെ ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റാണ്. അതായത് ഈ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ന്യൂക്ലിയസിന് ചുറ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഫസ്റ്റ് ഒരു ഇലക്ട്രോൺ ഉണ്ട്, സെക്കൻഡ് ഇലക്ട്രോൺ ഉണ്ട്, തേർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോൺസ് എല്ലാം എങ്ങനെയാണ് ഓർബിറ്റിന് ചുറ്റും, അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ആ ഷെല്ലുകളുടെ ഒന്നും പ്രോപ്പർ എക്സ്പ്ലനേഷൻ റൂദർഫോർഡിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഓരോ ഇലക്ട്രോൺസിനും എനർജി ഉണ്ട്. എനർജി ഓഫ് ദി ഇലക്ട്രോണും ഇദ്ദേഹം പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഇത് മൂന്നുമാണ് മെയിൻ ഡ്രോബാക്സ് ഓഫ് ദി റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് അനാറ്റം എക്സ്പ്ലെയിൻ ചെയ്തില്ല. സെക്കൻഡ് വൺ മൂവിങ് ഇലക്ട്രോൺസ് അതിൻ്റെ ഓർബിറ്റിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, ഹൗ മൂവിങ് ഇലക്ട്രോൺ റിമെയിൻ ഇറ്റ്സ് ഓർബിറ്റ്, അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. മൂന്നാമത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് around the nucleus and the energies of these electrons. Okay,
ഇത്രയും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് റുദർഫോർഡിന് കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തോംസൺ മോഡൽ ഓഫ് ആറ്റം പറഞ്ഞു. തോംസൺ മോഡൽ എന്താണെന്ന് പറയുന്നത് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറഞ്ഞു. അതിൽ അതായത് വാട്ടർ മെലനായിട്ട് നമ്മളൊരു ആറ്റം കൺസിഡർ ചെയ്യണമെങ്കിൽ, അതായത് ഒരു സ്ഫെറിക്കൽ മോഡലിൽ നമ്മൾ ആറ്റം കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഇലക്ട്രോൺസ് അതിനുള്ളിൽ എംബെഡ് ചെയ്തിരിക്കുകയാണ്. അത് വാട്ടർ മെലൻ്റെ സീഡ് എങ്ങനെയാണോ വാട്ടർ മെലനിൽ കാണുന്നത്, അതുപോലെ തന്നെ ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഈ പ്രോട്ടോണിൻ്റെ അടുത്തായിട്ട് എംബെഡ് ചെയ്തിരിക്കുന്നു. അതാണ് തോംസൺ മോഡൽ ഓഫ് ആറ്റം പറഞ്ഞത്. രണ്ടാമത് നമ്മൾ റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ് പറഞ്ഞു. ഓക്കെ, ആ എക്സ്പെരിമെൻറ്റിൽ എന്തൊക്കെ പറഞ്ഞു? ആൽഫ പാർട്ടിക്കിൾസ് ബൊമ്പാർഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ആൽഫ പാർട്ടിക്കിൾസ് ഹൈ എനർജി ആൽഫ പാർട്ടിക്കിളാണ്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഹീലിയം ന്യൂക്ലിയസ് ആണ്. HE ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഈ ഹീലിയം ന്യൂക്ലിയസ് ബൊമ്പാർഡ് ചെയ്യുന്ന സമയത്ത് ഗോൾഡ് ഫോയിലേക്ക് ബൊമ്പാർഡ് ചെയ്യുന്നു. എന്തുകൊണ്ട് ഗോൾഡ് ഫോയിൽ എടുത്തു? ഗോൾഡ് ഫോയിൽ എടുക്കാൻ കാരണം അത് ഏറ്റവും തിന്നായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഏകദേശം 1000 ആറ്റം തിക്നെസ്സിൽ നമുക്കത് എടുക്കാൻ പറ്റും. കാരണം അത് മോസ്റ്റ് മാല്യബിൾ മെറ്റലാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു ഒബ്സർവേഷൻസ്? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് അൺഡിഫ്ലക്റ്റഡ് ആയിരുന്നു. അതിന് കാരണം ആറ്റത്തിൻ്റെ ഉള്ളിലെ സ്പേസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഇസ് വേക്കൻറ്റ്. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഡിഫ്ലക്ഷൻ ഒന്നുമില്ലാതെ നേരെ അങ്ങോട്ട് പോയി. ഇനി വളരെ കുറച്ച് മാത്രം ഡിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ, അത് സെക്കൻഡ് ഒബ്സർവേഷൻ ആയിരുന്നു. പിന്നെ വളരെ, അതായത് 1 in 20,000 ആണെന്നുണ്ടെങ്കിൽ ബൗൺസ് ബാക്ക് ചെയ്തു. ഓക്കെ, ഇത് മൂന്നാണ് നമ്മൾ ഒബ്സർവേഷൻസ് പറഞ്ഞത്. അതിൻ്റെ ബേസിൽ കൺക്ലൂഷൻസ് പറഞ്ഞു. അത് ഫസ്റ്റ് കൺക്ലൂഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. മോസ്റ്റ് ഓഫ് ദ ആറ്റം എന്ന് പറഞ്ഞാൽ എംറ്റി ആണ്. സ്പേസ് ഇൻ ദ ആറ്റം ഈസ് എംറ്റി. സെക്കൻഡ് വൺ, ആറ്റത്തിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് മാത്രം പോർഷനിലാണ്. ഓക്കെ, ദെൻ ആ പോസിറ്റീവ് ചാർജിൽ ഹിറ്റ് ചെയ്യുമ്പോഴാണ് ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബൗൺസ് ബാക്ക് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തേത് ആറ്റത്തിൻ്റെ വോളിയം നമ്മൾ ന്യൂക്ലിയസിൻ്റെ വോളിയമായിട്ട് കമ്പയർ ചെയ്യുന്നു. ന്യൂക്ലിയസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചെറുതാണ്. ആറ്റത്തിൻ്റെ വോളിയം, ഐ മീൻ റേഡിയസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റത്തിൻ്റെ റേഡിയസ് 10⁻⁻10 ആണെങ്കിൽ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് 10⁻⁻15 മീറ്റർ ആണ്. ഇനി റൂദർഫോർഡിൻ്റെ മോഡൽ ആറ്റം നമ്മൾ എന്ത് പറഞ്ഞു? പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് അതിൻ്റെ ഏകദേശം സെൻട്രലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു ഒരു ചെറിയ പോർഷനിൽ. ഈ പോർഷന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ റിവോൾവിംഗ് പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ്. ഇത് ഹൈ എനർജിയിലാണ് അല്ലെങ്കിൽ ഹൈ സ്പീഡിലായിരിക്കും ഇവർ മൂവ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോൺസും അതുപോലെ ചാർജുള്ള പ്രോട്ടോൺസും. ഓക്കെ, നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോണ്, പോസിറ്റീവ് ചാർജാണ് പ്രോട്ടോൺസ്. ഇവർ തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ തമ്മിൽ കൂടിച്ചേർത്ത് വെക്കുന്ന ഒരു ബൈൻഡിങ് ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഡ്രോബാക്സ് പറഞ്ഞു നമ്മൾ 3 എന്തൊക്കെയായിരുന്നു ഡ്രോബാക്സ്? സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മൂവിങ് ഇലക്ട്രോൺസ് എന്തുകൊണ്ടാണ് ഓർബിറ്റിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റിയില്ല. പിന്നെ മൂന്നാമത് ഇലക്ട്രോണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഇലക്ട്രോൺസിൻ്റെ എനർജി ലെവൽസ് ഉണ്ട്. ആ എനർജി ലെവൽസ് ഓഫ് ദി ഇലക്ട്രോൺസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ അറ്റോമിക് നമ്പർ, അതുപോലെ തന്നെ മാസ് നമ്പർ, പിന്നെ ഐസോടോപ്പുകൾ എന്താണ്, ഐസോബാർ, പിന്നെ ഐസോട്രോൺ, ഇത് മൂന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിനെ കുറച്ച് ന്യൂമറിക്കൽസ് ഉണ്ട്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്താണെന്നും കൂടെ പഠിക്കണം. Okay, thank you children.